എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട്, നാളുകളായിട്ട് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് മനുഷ്യർ മതങ്ങളെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ ഇടുന്ന പോസ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഒരു ശ്രീകൃഷ്ണ ഭക്തിഗാനം ചെയ്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ എനിക്കൊരുപാട് മെസ്സേജുകൾ കിട്ടി. ഞാൻ മതം മാറിയോ? പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിച്ചു, ഞാൻ മതം മാറിയോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി എല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മതം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് എന്ന് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്കിപ്പം ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദൈവത്തെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരവുമില്ല, അല്ലേ? ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ട 3 മതങ്ങൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഹൈന്ദവ മതവുമാണ്. പിന്നെ ബുദ്ധിസവും, ഒരുപാട് മതങ്ങൾ, അല്ലേ? അപ്പം ഈ ലോകത്ത് തന്നെ പല രീതിയിലുള്ള പല തരത്തിലുള്ള മതങ്ങളുണ്ട്. എന്താണ് ഈ മതങ്ങളും ദൈവങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യരിൽ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആത്മീയപരമായിട്ടുള്ള ഒരു എനർജിയെ ഏറ്റവും നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ മതങ്ങളും വിശ്വാസങ്ങളും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വർഗീയതയുടെ വിഷം വാരി വിതറി അത് ഏറ്റവും മലീമസമാക്കിയിരിക്കുകയാണ്, അല്ലേ? എൻ്റെ മതമാണ് ശ്രേഷ്ഠം, എൻ്റെ മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകൂ, എൻ്റെ മതത്തിലെ ആൾക്കാർക്ക് മാത്രമേ ഉന്നതിയുള്ളൂ എന്നൊക്കെയുള്ള വളരെ അന്ധമായ വിശ്വാസങ്ങളിൽപ്പെട്ട് മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുകയാണെന്ന് തന്നെ പറയാം. എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സംസാരം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പനെ പേടിച്ച് ഞങ്ങളും സംസാരിക്കാറില്ല, അമ്മയോടും സംസാരിക്കാറില്ല, അപ്പനോടും സംസാരിക്കാറില്ല. ആ സമയത്ത് വളരെ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ഈശോയുടെ ഒരു രൂപം കിട്ടി. ഞാൻ ആ ഈശോയെ അപ്പ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരപ്പൻ്റെ വാത്സല്യമോ സ്നേഹമോ കരുതലെന്നതിലപ്പുറം ഒരു ചേർത്ത് പിടിക്കലോ ഒരിക്കലും ഫിസിക്കലി അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് ഹീ ഈസ് എ ഗുഡ് ഫാദർ, ഹീ ഡിഡ് ലോട്ട്സ് ഓഫ് തിങ്സ് ഫോർ അസ്. പക്ഷേ വെൻ യു ലവ് സംവൺ, എക്സ്പ്രസ് ഇറ്റ് എന്ന് പറയണല്ലേ. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരാളോടൊരു വാത്സല്യം ഉണ്ടെങ്കിൽ അത് പ്രകടമാക്കാതെ ഒരിക്കലും, നമ്മൾക്കത് അനുഭവിക്കാതെ ഒരിക്കലും അതിൻ്റെ ഒരു മൂല്യവും അന്തസ്സത്തെയും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ പങ്കുവെച്ച ഒരു രൂപം, ഈശോയുടെ രൂപമുണ്ട്. അപ്പ എന്ന് വിളിച്ച് എൻ്റെ വിഷമങ്ങളിൽ കരയുവാനും എൻ്റെ സങ്കടങ്ങളിൽ ഒരുമിച്ചിരുന്ന് ചിരിക്കുവാനും ആ ഈശോയെ കൂട്ടാക്കി. വളരെ ചെറുപ്പം മുതലേ ഓർത്തഡോക്സ് വിഭാഗത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ വളരെ വലിയൊരു വിശ്വാസിയാണ്. നോയമ്പെടുക്കുവാനും ഉപവസിക്കുവാനും 3 നേരം പ്രാർത്ഥിക്കുവാനും ഒക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആ കാലഘട്ടത്തിൽ മനസ്സിലൊരു പ്യൂരിറ്റി എന്നൊരു സംഗതിയുണ്ട്. അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും വന്ന് നിറയത്തില്ല. നമ്മളുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് നന്മ വരണം, മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ സ്വാർത്ഥതയില്ലാതെ കാണുവാനും സ്വീകരിക്കാനും സാധിക്കുക, മറ്റുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനും സാധിക്കുക. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ഫെയ്ത്തിൽ ഒരാളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പിന്നീട് വളർന്ന് വലുതായി ജീവിതത്തിലെ എന്താ പറയുക, ആ ബാല്യത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു 8 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യമുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദൈവവുമായിട്ട് അടിപിടിക്കുന്നത്. പുള്ളിയുമായിട്ട് അടിച്ചു പിരിഞ്ഞു. ഞാൻ പറഞ്ഞു, കാരണം അത്രയും നാളും ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസിലൂടെ കടന്നു വന്നയാളാണ്.
ആൻഡ് യു ആർ സ്റ്റിൽ മേക്കിംഗ് മീ പുട്ടിങ് മീ ഇൻ സ്ട്രഗിൾ. അപ്പം ദൈവത്തോട് ഞാൻ പലപ്പോഴും കലഹിച്ചു. ദൈവവുമായിട്ട് ഒരു രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. വിശ്വാസത്തിൽ നിന്ന് അകലേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം എൻ്റെ പാർട്ട്ണറിനാണെങ്കിൽ പോലും, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് പോലും ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ പേരിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം അദ്ദേഹത്തിന് പോലും ഞാൻ കൂടെ വരുമ്പോൾ, പള്ളിയിൽ കൂടെ വരുമ്പോൾ ആൾക്കാർ കുട്ടികളുണ്ടായില്ലേ എന്ന ചോദ്യം അദ്ദേഹത്തെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങി എന്ന സാഹചര്യത്തിൽ ഞാൻ പള്ളിയിൽ പോക്ക് അവസാനിപ്പിച്ചു. അങ്ങനെ ഞാനും ദൈവവും മാത്രമുള്ള സമയങ്ങളിൽ, പള്ളി തുറന്നിടുന്ന സമയങ്ങളിൽ ഷാർജയിലെയും പള്ളികളിൽ പോയിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാട്ടുപാടാൻ തുടങ്ങി. പതിയെ പതിയെ ആ ദൈവവുമായിട്ട് ഞാൻ നേരിട്ട് സംവാദിക്കുവാൻ തുടങ്ങി. എനിക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടല്ലായിരുന്നു ഞാൻ ഒരിക്കലും ആ ഒരു ദൈവസമക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ എന്നെ കേൾക്കുവാൻ, എൻ്റെ കുറവുകളിൽ താങ്ങായിട്ട് നിൽക്കുവാൻ അവിടെ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നുള്ളൊരു വിശ്വാസമായിരുന്നു, എന്താ പറയാ, ദൈവം എന്ന ഒരു രൂപത്തിന് ഞാൻ നൽകിയിരുന്നത്. നിങ്ങൾക്കറിയാൻ സാധിക്കും, ഇപ്പൊ ശ്രീകൃഷ്ണനെ അല്ലെ, കൃഷ്ണ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ആ ശ്രീകൃഷ്ണ ഭക്തിഗാനം ചെയ്യുവാൻ ആഗ്രഹിച്ചതുപോലും ആ കൃഷ്ണ ഭഗവാനെ ഭക്തിയോടെ മകനായിട്ടും ഭർത്താവായിട്ടും കാമുകനായിട്ടും ഈശ്വരനായിട്ടും കൊണ്ടു നടക്കുന്ന സ്ത്രീജനങ്ങളുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്ന ഒരു അമ്മയ്ക്ക് കൃഷ്ണ ഭഗവാനെ, ആ ഉണ്ണികൃഷ്ണനെ സ്വന്തം മകനായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. അവർ കണ്ടെത്തുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ഭർത്താവിൽ നിന്ന് വേദനകൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവഗണനകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് കൃഷ്ണ ഭഗവാനെ കാമുകനായും ഭർത്താവായും ചേർത്ത് നിർത്തി അവളുടെ ഉള്ളിലെ സന്തോഷവും കാമവും അവളുടെ ഉള്ളിലെ പ്രണയവും ആ കൃഷ്ണ ഭഗവാനിലൂടെ, ഒരു സങ്കല്പത്തിലൂടെ അവിടെ സംതൃപ്തി കണ്ടെത്തുകയാണ് അല്ലേ. ഈശ്വര സമക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ് എ പോസിറ്റീവ് അഫർമേഷൻ, ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലും നിറയിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഈശ്വര എനിക്കും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കും നല്ലത് വരണേ എന്നൊരു പ്രാർത്ഥനയ്ക്ക്, ആ ഒരു വിശ്വാസത്തിന് എത്ര പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് അതിനെ ഏറ്റവും അതിൻ്റെ അന്തഃസത്യം മനസ്സിലാക്കിയിരിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയുവാൻ സാധിക്കും അല്ലേ. വിശ്വാസമെന്ന് പറയുന്നതും ദൈവമെന്ന് പറയുന്നതും മതമെന്ന് പറയുന്നതും ഒക്കെ ഇതാണ്. എല്ലാത്തിൻ്റെയും അന്തഃസത്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ദൈവീകമായിട്ടുള്ളൊരു എനർജിയുണ്ട്. ആ എനർജിയെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ്, എന്താ പറയുക, ഈ വിശ്വാസം അല്ലെങ്കിൽ ഭക്തി എന്നൊരു സംഗതിയിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ സമൂഹത്തിൽ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സ് മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ മാമോദിസ നടത്തിയതും എനിക്ക് ആദ്യ കുർബാന നൽകിയതും ഒക്കെ ഓർത്തഡോക്സ് മതത്തിലെ ആചാരപ്രകാരവും ഒക്കെയാണ്. എന്നെ കല്യാണം കഴിച്ചു വിട്ടത് മർത്തോമ സഭയിലേക്കാണ്. മർത്തോമ സഭയിലേക്ക് ചെന്നപ്പോഴത്തേന് അവിടെ നിന്ന് ഞാൻ ഓർത്തഡോക്സ് പള്ളിയിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോയി കുർബാന സ്വീകരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ മർത്തോമ സഭയിലേക്ക് പോയ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയിലെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അന്ന് ഞാൻ ആ കർത്താവിനെ നോക്കി പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്തിനാണ് ഇത്രയും പീഡനങ്ങൾ സഹിച്ച് ക്രൂശിലേറ്റപ്പെട്ടത്? നീ എന്താ ഈ ലോകത്തെ, ക്രിസ്ത്യാനിറ്റി എന്ന മതത്തിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് സഹനവും ക്ഷമയും കരുണയും ചേർത്ത് വെക്കലും, എന്താ പറയുക, സഹാനുഭൂതിയും ഒക്കെ ആണെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോൾ ചെയ്യുന്നത് എത്രയാ? ക്രിസ്ത്യാനികൾക്ക് തന്നെ പല വിഭാഗങ്ങളുണ്ട്. മർത്തോമക്കാര്, ഓർത്തഡോക്സുകാർ, യാക്കോബക്കാര്, കാത്തലിക്സ്, ബെന്തക്കോസ്, CSI, പിന്നെയും ഉണ്ട് ഒരുപാട് വിഭാഗങ്ങൾ. ഇവരിങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ സഭയാണ് ഏറ്റവും മഹത്തരമായെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്ത്യാനിറ്റി എന്നാൽ ഇറ്റ് വിൽ കം അണ്ടർ വൺ ക്രോസ്. ഓക്കെ, ഓർത്തഡോക്സുകാരനോ ഒരു കുരിശില്ല, മർത്തോമക്കാരനോ യാക്കോബക്കാരനോ കാത്തലിക്സിനോ ഒരു കുരിശായിട്ടല്ല കർത്താവ് അതിനെ വീതിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലേ.
അതുപോലെ തന്നെ എന്താ ഹിന്ദുക്കളുടെ ഒരു ഹൈന്ദവ മതം എന്ന് പറയുന്നത് ഒറ്റയൊരു ഇതാണ്, വിശ്വാസമാണ്. അവിടെ എന്ന് പറയുന്നത് അവിടെ ആ ഹൈന്ദവ മതത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെ അടിത്തറ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉൾക്കാമ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ഒരു പരാശക്തിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് വേർഡ്സ്. നമുക്ക് കാണാനും കേൾക്കാനും അറിയാൻ പറ്റാത്ത ഒരു വലിയ എനർജിയുടെ ഒരു എന്താ പറയുക സംക്ഷിപ്ത രൂപമാണ് ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയുമുണ്ട് ബ്രാഹ്മണനുണ്ട്, ശൂദ്രനുണ്ട്, പിന്നെ എന്താ നായരുണ്ട്, പിന്നെ എന്താ പിന്നെ കുറേ മതവിഭാഗങ്ങൾ അല്ലേ. അവർക്കെല്ലാം എന്താ, എല്ലാവർക്കും ജാതിയാണ് അല്ലെ. ഓരോ ജാതി, എന്റെ ജാതിയാണ് ഏറ്റവും മഹത്തരം, ഇന്ന ജാതിയിൽപ്പെട്ടവൻ മാത്രമേ എന്റെ ജാതിയിൽ പെടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെയും വർഗീയ വിവേചനമാണ് നടക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാല് അബ്ബാസിക്കയുടെ പുസ്തകം വായിച്ചപ്പോഴാണ്, വെറും മനുഷ്യൻ എന്ന പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് മുസ്ലിങ്ങൾക്കിടയിലും ഈ ഒരു ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ വർഗീയത ഉണ്ടെന്ന് മനസ്സിലാകുന്നു. വർഗീയത എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അവർക്കിടയിലും ഇതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലുമുള്ള ആ ജാതി വേർതിരിവ് മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ്. ശരിക്കും അതിലും അവർ പറയുന്നത് ഈ പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ എന്താ ജാതിയിൽ ഏറ്റവും താഴ്ന്ന ആൾക്കാരുടെ പൈസ വാങ്ങിക്കാൻ എന്താ പറയുക വലിയ തലപ്പത്തുള്ള മുസ്ലിം വർഗത്തിലുള്ള ആൾക്കാരും മത നേതാക്കളും ഒക്കെ വരും. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി കാണാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ പൈസയ്ക്ക് വിലയുണ്ട്, പക്ഷേ മനുഷ്യർക്ക് വിലയില്ല. അപ്പോ മതവും ജാതിയും വിശ്വാസവും ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കേണ്ട എങ്കിൽ വിശ്വസിക്കേണ്ട. പക്ഷെ വിശ്വസിക്കുന്ന ഒരാളുടെ അന്തസത്ത എന്താണെന്നറിഞ്ഞ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾ ദൈവമില്ലാത്ത ഒരാളെ എന്തിന്, ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനു പറയുന്നു, എന്തിനു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരമേ പറയാനുള്ളൂ. ഈ ഭൂമിയിൽ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുക, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ 100% മനുഷ്യരും ഒരു എന്താ പറയുക സ്നേഹത്തിന് വേണ്ടി അലയുന്നവരാണ്, ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, തന്നെ മനസ്സിലാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. വഞ്ചിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരും സ്നേഹം കൊണ്ട് ചതിക്കപ്പെട്ടവരും ഒക്കെയാണ്. അവർ കണ്ടെത്തുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ ആ ഈശ്വരനിലൂടെയാണ്. അവരങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ. നിങ്ങൾ ആരാണ് അതിനെ ജഡ്ജ് ചെയ്യാൻ അല്ലെ? നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസമില്ലാത്ത ആ ഒരു അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അത് വിശ്വാസമില്ലാത്ത ഒരാളുടെ എന്താ പറയുക, അത് അന്ധമായ വിശ്വാസത്തെ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാരുണ്യവും സ്നേഹവും സഹനവും ഒക്കെ പഠിപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്ന അന്തസത്ത അതൊക്കെയാണ്. അതിനെ ഉൾക്കൊള്ളുക, ബഹുമാനിക്കുക, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, ചേർത്ത് നിർത്തുക. അതല്ലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ കൊച്ചു ജീവിതത്തില് അതിൽ കൂടുതൽ എന്താണ് ഒരാളുടെ സന്തോഷിക്കാൻ പറ്റുക, ഒരാൾ ചെയ്യുന്ന നല്ല കാര്യത്തെ മനസ്സ് നിറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക, ഒരാളുടെ ഉയർച്ചയിൽ കൈകൊട്ടി അല്ലെങ്കിൽ അഭിനന്ദിച്ച് അവരെ ചേർത്ത് നിർത്തുക. ഇതൊന്നും സാധിക്കാതെ അതിനെ എതിർക്കുകയും അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരുടെ ഒരു വേദനയും എന്താ പറയുക അവരുടെ കഷ്ടപ്പാടും അവരുടെ കഴിവോ അല്ലെങ്കിൽ അവരുടെ നല്ലതൊന്നും കാണാതെ മോശം മാത്രം കാണുകയും അത് മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ എന്താണുള്ളത്? ഇത്രയും പറയണമെന്ന് ആഗ്രഹിച്ചത് തന്നെ എന്താ പറയുക പലതും കണ്ടും കേട്ടും മടുത്തു. ജീവിതത്തിൽ ദയവായിട്ട് മതം മാറിയോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഉള്ള ചോദ്യങ്ങളുമായിട്ട് ആരും വരാതിരിക്കുക. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് ആ പ്രപഞ്ചശക്തിയിലാണ്. ആ ഒരു വലിയ പ്രപഞ്ചശക്തി എന്നെ നയിക്കുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള മനുഷ്യരെയും നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവമില്ലാത്തവർക്ക് അവരെയും എന്താ പറയുക അവർ വിശ്വസിക്കുന്ന അവരുടെ എന്താ പറയുക വിശ്വാസം രക്ഷിക്കട്ടെ.